Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Hey, last letter the question came not. Good morning. എല്ലാവരും കയറി വരുന്നവരെന്നാണ്. ഹേ, നമ്മള് അപ്രോച്ചസ് തുടങ്ങിയല്ലേ, സ്റ്റാർട്ട് ചെയ്തില്ലേ അപ്രോച്ചസ്? ഓക്കെ, എത്ര പേര് ഉണ്ടാവാറുള്ളോ? 10 പേരെ ഉണ്ടാവാറുള്ളോ? കേറുന്നുണ്ട്, നമുക്ക് രണ്ടുപേരും മീറ്റ് ചെയ്യാം. അതേന്ന് പറയുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ. നമ്മൾ എല്ലാവരും തന്നെ കയറാട്ടോ. നമ്മൾ നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ക്ലാസ് ആണല്ലോ, വലിയ കുഴപ്പമില്ലാതെ. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോ അപ്രോച്ചസ് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്രോച്ചസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് പറഞ്ഞു നിർത്തിയത്. അവിടെ ഒരു പിക്ചർ ബേസിലൊക്കെയുള്ള വിവരണങ്ങളാണ് നടത്തിയത്. ചിലര് ഒരു യൂണിയൻ ലീഡർ എന്ന് പരാമർശിക്കുമ്പോൾ PDF കാണുന്നില്ല. ഓക്കെ അല്ലേ? കാണാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മൾ ജസ്റ്റ് കണ്ടു അല്ലെ? ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള വ്യത്യസ്ത രീതിയായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാവുന്ന മനോഭാവം എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടത് അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. എന്താണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിൽ എന്താണ് അടുത്ത് പറയുന്നത് നോക്കാം. അത് റിലേഷൻ അപ്രോച്ചിനെ കുറിച്ചിട്ട് പരാമർശിച്ചത് ആരൊക്കെയാണ് അല്ലെ? ഒരുപാട് പേര് ഒന്നിച്ചു ചേർന്നിട്ടാണ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുള്ളത്. അതില് പ്രധാനമായിട്ടുള്ളത് ആരാണ് അല്ലെ? എൽട്ടൺ മേയോ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഈ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് എൽട്ടൺ മേയോ ആണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. This school of thought was later extended by Roethlisberger, Whitehead, then W.F. White and Homans, who gave a rational view of the characteristics of industrial conflicts and harmony. Okay, നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി ആവുമ്പോൾ അവിടെ തർക്കങ്ങൾ ഉണ്ടാവാം. ആ തർക്കങ്ങളെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകണം അല്ലെ? ഏകോപിച്ച് ഒരു ഐക്യത്തോടു കൂടിയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ വ്യത്യസ്ത വ്യക്തികൾ അല്ലെ? അവിടെ ഹ്യൂമൻ എഫേർട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ തൊഴിലുടമയും തൊഴിലാളികളും അതല്ലെങ്കിൽ മറ്റു യൂണിയൻ നേതാക്കളൊക്കെ തമ്മിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എല്ലാവരും വ്യത്യസ്ത ബിഹേവിയർ ഉള്ള പേഴ്സൺസ് ആയതുകൊണ്ട് തന്നെ തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ തർക്കങ്ങളെല്ലാം തന്നെ ഐക്യത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് അല്ലെ എല്ലാവരുടെയും വീക്ഷണത്തിലാണ് ഈ ഒരു അപ്രോച്ചിന് ഒരു പ്രാധാന്യം വന്നിരിക്കുന്നത്. അതില് ലീഡർഷിപ്പ് അല്ലെ ഒരു ഫൗണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്നത് എൽട്ടൺ മേയോ ആണ്. ഓക്കെ, ഇനി ഈ അപ്രോച്ചിൽ എന്താണ് പറയണേന്നുള്ള കാര്യം പ്രധാനമായിട്ട് എന്തൊക്കെയാണ് പറയണേന്നുള്ളത് നോക്കാം. ദിസ് അപ്രോച്ച് emphasis on those policies and methods that can be implemented to improve the workers' employees' self-esteem, competence and job satisfaction. ഓക്കെ, നമുക്കറിയാം ഏതൊരു ജോലിക്കാണെങ്കിലും അവിടെ എന്താണ് സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലെ? എന്താണെങ്കിലും
അവരെ തൃപ്തികരമായിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താം അല്ലെ. നമുക്കറിയാം ഏതൊരു തൊഴിലാളിയാണെങ്കിലും ചിലര് കഴിവുള്ളവരും ഉണ്ടാവാം, ചിലര് കുറച്ച് കഴിവ് കുറഞ്ഞവരൊക്കെ ഉണ്ടാവാം അല്ലെ. അതേമാതിരി തന്നെ ആത്മാഭിമാനമുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും ഓരോ വർക്കേഴ്സും. അപ്പൊ ഇതില് പ്രധാനമായിട്ടും പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അല്ലെ, ജോലി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എന്താണ്, അവരുടെ ആത്മാഭിമാനവും ജോലിയുടെ തൃപ്തിയും അല്ലെ സംതൃപ്തിയും ഇതൊക്കെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓരോരുത്തർക്കും അല്ലെ അവരുടെ അഭിമാനത്തെ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെക്കാൾ കഴിവ് കൂടുതൽ അവരെ കൊണ്ട് അല്ലെ ഉദ്ദേശിക്കുക, അവരെ നിന്നോ അവർക്ക് മാക്സിമം ഒരു വ്യക്തിക്കും ഓരോ നിശ്ചിത കഴിവുണ്ടാവും അല്ലെ, അതിനേക്കാൾ ഓവർലോഡ് കഴിവ് പ്രതീക്ഷിക്കുകയോ ഒന്നും ചെയ്യരുത് അല്ലെ. അപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ച് ചെയ്യുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്ട്സുകൾ വരുന്നത്. പറ്റാവുന്നത്രയും ചെയ്യാനേ ഒരു പേഴ്സൺ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് ലോഡുകളൊക്കെ എത്തിച്ചാൽ ചിലപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജോലികള് അല്ലെ, പോളിസികള് അല്ലെങ്കിൽ നയങ്ങള് എന്തെങ്കിലും മെത്തേഡ്സുകളൊക്കെ നമ്മൾ രൂപീകരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അവിടെയുള്ള എംപ്ലോയീസിന്റെ സെൽഫ് എസ്റ്റീം, കോമ്പറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഓരോ ജോലിക്കാരന്റെ ഓരോ എംപ്ലോയിയുടെയും സംതൃപ്തി അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ ആത്മാഭിമാനത്തിനെയൊക്കെ കണക്കിലെടുത്തിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അല്ലെ പോളിസികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. It also helps to maintain peaceful relation between labor and management. അപ്പൊ ഇതുകൊണ്ട് പ്രധാനമായിട്ട് എന്താ സംഭവിക്കുന്നത്, അവിടെ എല്ലാവരും തമ്മിൽ അല്ലെ സമാധാനപൂർവമായ അന്തരീക്ഷത്തോട് കൂടിയിട്ട് മുന്നേറാനായിട്ട് സാധിക്കും അല്ലെ. തർക്കങ്ങൾ വരാനായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാകുന്നത് എന്താണ്, അവര് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെ ഒരുപാട് എന്താണ് ഓവർലോഡ് ഡ്യൂട്ടി ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് ചെയ്യാൻ അവരുടെ എന്താണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ളതല്ലാത്ത ഏതെങ്കിലും ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ അവരുടെ ആത്മാഭിമാനത്തിന് ചൂഷണം ചെയ്യുന്നതാവും അല്ലെ. അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും തർക്കങ്ങൾ രൂപം കൊള്ളുന്നത്. അപ്പൊ തർക്കങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അവർക്ക് ആവശ്യമായിട്ടുള്ള പോളിസികളൊക്കെ രൂപീകരിക്കാനായിട്ട്. ഓക്കെയാണോ? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഓക്കെ, അപ്പൊ ഫൗണ്ടർ ആരാന്നുള്ള കാര്യം ഓർത്ത് വെക്കുക, മനസ്സിലാക്കുക. പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്: സെൽഫ് എസ്റ്റീം, കോമ്പറ്റൻസ് തന്നെ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലേ? അപ്പോ ഇത് പ്രധാനമായിട്ടും വേറൊരു കാര്യത്തിലും ഹെൽപ്ഫുൾ ആണെന്നുള്ളതും നോട്ട് ചെയ്യുക. എന്താണ്, പീസ്ഫുൾ റിലേഷൻഷിപ്പ് കൈകാര്യം ചെയ്യാനായിട്ടും ഈ അപ്രോച്ച് കൊണ്ട് സാധിക്കുമെന്നുള്ളത്. ഏതൊരു അപ്രോച്ച് ആണെങ്കിലും പരമാവധി അത്തരം കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് ഇറ്റ് ഓൾസോ ഹെൽപ് ടു മെയിൻറ്റെയിൻ പീസ്ഫുൾ റിലേഷൻ ബിറ്റ്വീൻ ലേബർ ആൻഡ് മാനേജ്മെന്റ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സോഷ്യൽ അപ്രോച്ച്, സോഷ്യോളജിക്കൽ അപ്രോച്ച്. എന്താണ് സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത്? നോക്കാം. സോഷ്യോളജിക്കൽ അപ്രോച്ചസ് ദ ഇൻഡസ്ട്രി ടു a small social world that consists of a mix of various people and groups having different types of personalities, academic background, family upbringing, feelings, likes and dislikes, as well as other personal factors like attitude, behavior, etc. Okay. നമ്മളിപ്പോ ഒരു പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, ഒരു പേഴ്സൺ ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരാണെങ്കിലും ഇൻ കേസ് ഒരു ഓർഗനൈസേഷനിലെ ഓരോ എംപ്ലോയീസ് ആണെങ്കിലും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ്, അവർക്ക് വ്യത്യസ്ത വ്യക്തിത്വങ്ങളായിരിക്കും ഓരോ വ്യക്തിയും. അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചിലരൊക്കെ കറക്റ്റ് യോഗ്യത പറഞ്ഞിരിക്കുന്ന യോഗ്യതകളെക്കാൾ യോഗ്യത മാത്രമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അധിക യോഗ്യതകളുള്ളവരും ഉണ്ടാവാം. നെക്സ്റ്റ് ഫാമിലി അപ്ബ്രിങ്ങിങ് അല്ലെ, അവരുടെ ഫാമിലി കാര്യങ്ങളിലാണെങ്കിലും എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതേമാതിരി തന്നെ എന്താണ് ഫീലിങ്സ്, അതായത് നമുക്കറിയാം വികാരങ്ങൾ അല്ലെ, കുടുംബത്തിന്റെ കാര്യങ്ങളെ പോലെ തന്നെയാണ് അവരുടെ വികാരങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതേമാതിരി തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഫാക്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ മനോഭാവത്തിലും അല്ലെ അവരുടെ പെരുമാറ്റത്തിലൊക്കെ തന്നെ വ്യത്യസ്തങ്ങളായിരിക്കും അല്ലെ. ചിലർ സ്പീഡിൽ ചെല്ലുന്നു, ചിലരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കാം, ചിലരുടെ കാം ക്വയറ്റ് ആയിരിക്കാം അല്ലെ. അങ്ങനെ എല്ലാ തരത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും ഏതൊരു ഓർഗനൈസേഷനിലും ഉണ്ടാവുക. ശരിയല്ലേ? ഹ്യൂമൻ ബീയിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ഒരാളെ വെച്ചുകൊണ്ട് നമുക്ക് അതേ സംഭവം തന്നെ അടുത്ത ആളെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. കാരണം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ പേഴ്സണും ഉണ്ടായിരിക്കുന്നത്.
Then വീണ്ടും പറയാണ് since no two members in an industrial society have a similar attitude and behavior, this leads to problems of a conflict, disagreement, and negative competition among them members. Okay, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് പേഴ്സണെ നമ്മൾ കൺസിഡർ ചെയ്ത രണ്ടുപേരും ഒരേ ബിഹേവിയറിലുള്ള പേഴ്സൺ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. നാച്ചുറലി നമ്മുടെ ഹ്യൂമൻ ബീയിങ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് അവര് അല്ലെ നമ്മളെ പോലെ തന്നെ ഒരേ ക്യാരക്ടർ തന്നെ വരുന്ന മറ്റൊരു പേഴ്സണെ നമുക്ക് പരിഗണിക്കാൻ പോലും പറ്റില്ല അല്ലെ. എന്തായാലും വ്യത്യസ്തങ്ങളായ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെ, എല്ലാ കാര്യത്തിലും വ്യത്യാസങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവാൻ ചാൻസുകളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല മറ്റൊരാൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് അറിയാൻ അല്ലെ, അറിവുള്ള കാര്യങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്ക് അറിയുന്നത് അല്ലെ. അങ്ങനെ എല്ലാ കാര്യത്തിലും വ്യത്യസ്തങ്ങളായിരിക്കും. അതേമാതിരി തന്നെ ഡിസഗ്രിമെന്റ് ആൻഡ് നെഗറ്റീവ് കോമ്പറ്റീഷൻ എമംഗ് ദ മെമ്പേഴ്സ്. നിങ്ങൾക്കറിയാം എല്ലാ കാര്യത്തിലും ഒരുപോലെ തന്നെ എഗ്രി ചെയ്യാനായിട്ട് എല്ലാവരും സന്നദ്ധരാകണമെന്നില്ല, വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ മെമ്പേഴ്സും അല്ലെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ നമുക്കറിയാം വ്യത്യസ്ത ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഓരോ ഹ്യൂമൻ ബീയിങ്ങിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ നോക്കാം. ദ ഇഷ്യൂസ് ഇൻവോൾവ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ റിലേറ്റഡ് ടു വേജസ്, വർക്കിംഗ് കണ്ടീഷൻസ് ആൻഡ് ലേബർ വെൽഫെയർ. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് ഉണ്ടാവുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ് എന്ന് പറയുന്നത് മിക്കവാറും എന്താണ് അവരുടെ കൂലിയെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവര് വർക്ക് ചെയ്യുന്ന ആ ഒരു പരിസ്ഥിതി ആ ഒരു വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ അല്ലെ, ഏതെങ്കിലും കുട്ടികളോടൊക്കെ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഒക്കെ വെച്ച് പുലർത്തിയിട്ട് എന്തെങ്കിലും അവാർഡോ കോമ്പൻസേഷൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ആയിരിക്കാം അല്ലെ. അപ്പൊ എന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഓരോ പേഴ്സൺസിനും ഉണ്ടാകുന്ന തർക്കങ്ങൾ എന്ന് പറയുന്നത് വേജസിനെയോ വർക്കിംഗ് കണ്ടീഷനെയോ ലേബർ വെൽഫെയറിനെയും പറ്റിയിട്ടായിരിക്കാം. ഹൗവർ one must not avoid the most important factor, that is sociological factor. Okay, ഇത് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, സോഷ്യോളജിക്കൽ ഫാക്ടർ ആയിരിക്കും ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ. The sociological factors consist of the value system, tradition, patterns, symbols, attitude and perception of both the labor and the management that have an impact on the industrial relations in different ways. ഓക്കെ, നമ്മളപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്നു പറഞ്ഞാല് പ്രധാനമായിട്ട് അല്ലെ നമ്മുടെ ഒരു തൊഴിലിനെ കുറിച്ചിട്ടും മാനേജ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ ഓരോരുത്തർക്കും ഓരോ ധാരണകളായിരിക്കും അല്ലെ. അവരുടെ കാര്യങ്ങൾ അല്ലെ പ്രധാനമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൂല്യം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് വ്യക്തികൾക്ക് ചില കഴിവുകൾ വ്യത്യസ്തങ്ങളാണെന്ന് പറയുമ്പോൾ അവർക്ക് പാരമ്പര്യമായിട്ടുള്ള കുറെ ഘടകങ്ങൾ അതിലുണ്ട് അല്ലെ. അതേമാതിരി തന്നെ എല്ലാ കാര്യങ്ങളും അല്ലെ ചിലങ്ങളിൽ എല്ലാത്തിനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഓരോരുത്തർക്ക് നമുക്കറിയാം അവരുടെ സ്റ്റാറ്റസ് ഈഗോ ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ക്യാരക്ടറിന് അല്ലെ ചില ബിഹേവിയറിനൊക്കെ വളരെ അല്ലെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവരെന്താണ്, അവര് സ്റ്റാറ്റസ് അത് എപ്പോഴും കീപ്പ് ചെയ്യുന്ന പേഴ്സൺസ് ഒക്കെ ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ആ ഒരു ഫാക്ടേഴ്സ് എപ്പോഴും കൺസിഡർ ചെയ്തത് മാത്രമാണ് ഒരു ഓർഗനൈസേഷനിൽ കോൺഫ്ലിക്റ്റുകൾ ഒന്നും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. The social factors consist of value system, traditions, patterns, symbols, attitude and perception. അതേപോലെ തന്നെ അവരുടെ മനോഭാവങ്ങൾ അല്ലെങ്കിൽ ധാരണകൾ ഇതെല്ലാം തന്നെ മാനേജ്മെന്റ് അല്ലെ മാനേജ്മെന്റും കൂടിയും അത് മനസ്സിലാക്കി തന്നെ പോകേണ്ടത് ആവശ്യമാണ് അല്ലെ. അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സോഷ്യൽ അപ്രോച്ചുകളെയൊക്കെ അല്ലെ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓർഗനൈസേഷന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. രണ്ട് അത് നമ്മൾ എടുത്തത് ഇന്ന് എടുത്ത രണ്ടും ഒന്ന് വായിച്ചു നോക്കാം. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആൻഡ് സോഷ്യോളജിക്കൽ അപ്രോച്ച്.
ആണോ? സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സിലൊക്കെ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ബിഹേവിയർ അല്ലെ, ഓരോ വ്യക്തികളുടെയും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗാന്ധിയൻ അപ്രോച്ച്. എന്താണ് ഗാന്ധിയൻ അപ്രോച്ച് പറയുന്നത്? ഗാന്ധിയൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, അവിടെ നോൺ വയലൻസും കാര്യങ്ങളൊക്കെയാണ് പ്രാധാന്യമായിട്ട് വരിക എന്നുള്ളത് അല്ലെ. അപ്പോ ഈ കോൺഫ്ലിക്ട്സുകളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് പ്രധാനമായിട്ട് ഗാന്ധിയൻ അപ്രോച്ചിൽ എന്തായിരിക്കും സ്വാധീനം എന്നുള്ളത് നമുക്ക് നോക്കാം. മഹാത്മാ ഗാന്ധി is a popular for his contributions towards the development of human beings and his beliefs of ahimsa and non-violence, which have left a remarkable impression on the world's history. Okay, നമ്മുടെ ലോകത്തിന്റെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെ പ്രധാനം ചെയ്തൊരു വ്യക്തിയാണ് ഗാന്ധി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഹിംസ, നോൺ വയലൻസ് സിദ്ധാന്തങ്ങളാണ് അല്ലെ. മറ്റുള്ളവരെയൊന്നും ഉപദ്രവിക്കരുതെന്നുള്ള അല്ലെ, ഒരാളെ ഉപദ്രവിക്കരുതെന്നുള്ള പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തങ്ങൾ തന്നെയാണ് ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ്. അപ്പൊ ആ ഒരു രീതിയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. മഹാത്മാഗാന്ധി പോപ്പുലർ ഫോഴ്സ് contributions towards the development of a human being അല്ലെ. അവിടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റിന് പ്രധാനമായിട്ടും അദ്ദേഹം എടുത്തിരിക്കുന്ന ആശയങ്ങളായത് അഹിംസ ആൻഡ് നോൺ വയലൻസ്. അത് ലോകത്തിന് മുമ്പിലും അദ്ദേഹം അത് വെളിപ്പെടുത്തിയതാണ്. ഇദ്ദേഹത്തിന്റെ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. He considered all human beings good and believed that the individuals are not the ones who are responsible for the problems, but it is the extent of the wrong system which has led to several problems in the society. ഓക്കെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ട് പറയുന്നത് മനുഷ്യരെല്ലാവരും നല്ലത് തന്നെയാണ്. ഓക്കെ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ അംഗീകരിക്കുന്നതാണ് അല്ലെ. എല്ലാ മനുഷ്യരും നല്ലതാണ്. പക്ഷെ ഇങ്ങനെ നല്ലതാണെന്നുള്ള പറയുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പരാമർശിക്കുന്നുണ്ട്. അതായത് റോങ് ആയിട്ടുള്ള കുറെ സിസ്റ്റംസുകളൊക്കെയാണ് മനുഷ്യരെ കൊണ്ട് എന്താണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതായത് ഒരുപാട് അല്ലെ, ഇൻഡിവിജ്വൽസ് ആർ നോട്ട് വൺ ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലംസ്. അവര് അല്ലെ, അവിടെ ഓരോ ഇൻഡിവിജ്വൽസും അല്ല ഈ പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉത്തരവാദികൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറെ സിസ്റ്റങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് കൊണ്ട് ആ സിസ്റ്റം ഫോളോ ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇൻഡിവിജ്വൽസിനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് അദ്ദേഹത്തിന്റെ മേഖല അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അതായത് ഒരു അല്ലെ, നമ്മളിപ്പോ ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പോളിസി നടപ്പാക്കി പോകണം അല്ലെ. പോളിസികൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം. ഒരു ഇൻഡസ്ട്രി നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായിട്ടും പോളിസികൾ വേണം അല്ലെ. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള പോളിസികളൊക്കെയാണ് അല്ലെങ്കിൽ തെറ്റായ സിദ്ധാന്തങ്ങളൊക്കെയാണ് മനുഷ്യനെ കൊണ്ട് അത് വേണ്ടാത്തൊക്കെ അല്ലെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കാനായിട്ട് ഇടവരുത്തുന്നത്. വീണ്ടും പറയുന്നത് he did not oppose strikes by workers but permitted this option to the last resort when all available methods of negotiation, conciliation and arbitration to restore peace have failed. Okay, അതായത് സ്ട്രൈക്കിനെ ഒന്നും ഇദ്ദേഹം എതിരാക്കി പറയുന്നില്ല, പരാമർശിക്കുന്നില്ല. സ്ട്രൈക്കൊക്കെ വേണ്ടതാണ്. സ്ട്രൈക്കിലൊക്കെ നമുക്കറിയാം, ഒരു സ്ട്രൈക്കൊക്കെ വരുമ്പോഴാണ് അവിടെ ചർച്ചകളൊക്കെ വരുന്നത് അല്ലെ, നെഗോഷിയേഷൻസ് ഒക്കെ വരുന്നത്, ചർച്ചകളൊക്കെ വരാനുള്ള സാധ്യത വരുന്നത് ഇങ്ങനെ സ്ട്രൈക്കുകളൊക്കെ ഉണ്ടാവുമ്പോഴാണ്. ശരിയാണോ? എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്താണ് എന്തെങ്കിലും സ്ട്രൈക്കൊക്കെ നടത്തും അല്ലെ. സ്ട്രൈക്കൊക്കെ നടത്തുമ്പോഴാണ് ചർച്ചകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പൊ ഈ ചർച്ചകൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ആ മധ്യസ്ഥത്തിന് അല്ലെ, അതാണ് പറയുന്നത് ആർബിട്രേഷൻ എന്ന് പറയുന്നത് മധ്യസ്ഥം. ആരെങ്കിലും മധ്യസ്ഥൊക്കെ വരുമ്പോഴാണ്, ചർച്ചകളൊക്കെ വരുമ്പോഴാണ് എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുന്നത്.
അപ്പൊ ഒരിക്കലും സ്ട്രൈക്കുകളൊന്നും ഓപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, സ്ട്രൈക്കുകളൊക്കെ വേണ്ടതാണ്. എന്നാൽ അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ഒരു മധ്യസ്ഥം വരും, അല്ലെങ്കിൽ ചർച്ചകൾ വരും, കൗൺസിലേഷൻ ഒക്കെ വരും. എന്നാൽ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഒരു പീസ് സമാധാനം കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവിടെ സമാധാനം കാത്തു സൂക്ഷിക്കാനായിട്ട് ഇങ്ങനെയുള്ള മധ്യസ്ഥൊക്കെ വരുമ്പോൾ അതുകൊണ്ട് സാധിക്കുകയും ചെയ്യും. Then he gave the concept of a trusteeship which contributed mainly towards industrial relations. ഓക്കെ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിശ്വസ്തൻ അല്ലെ, ഒരു വിശ്വസ്തത എന്നുള്ളതാണ് പ്രധാനമായിട്ടും അദ്ദേഹം ഊന്നി പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ അല്ലെ, പ്രധാനമായിട്ടും വ്യവസായ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വിശ്വസ്തതയാണ് അല്ലെ. വിശ്വസ്തതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ തൊഴിലാളികൾ അതനുസരിച്ചിട്ട് പെരുമാറും, റിട്ടേൺ കാഴ്ചവെക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വിവരിക്കുന്നത്. Then വീണ്ടും he laid stress on maintaining the dignity of the employees by accepting each individual worker as a human being and emphasized on non-violent communism. Okay, non-violent ആയിട്ടുള്ള കമ്മ്യൂണിസത്തിനെയൊക്കെ അദ്ദേഹം അല്ലെ അത് സ്വാഗതം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എല്ലാം തന്നെ അല്ലെ അവരുടെ പ്രവർത്തനം അല്ലെ അവർക്ക് കൂടുതൽ സ്ട്രെസ് ഒന്നും കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെ. ഓരോ തൊഴിലാളിയും മനുഷ്യനായിട്ട് അല്ലെ, മനുഷ്യനാണെന്നുള്ള ഒരു അംഗീകാരത്തോട് കൂടിയിട്ട് അവരോട് പെരുമാറണം അല്ലെ. അവിടെ അങ്ങനെയുള്ള നോൺ വയലന്റ് ആയിട്ടുള്ള കമ്മ്യൂണിസത്തിനെ അദ്ദേഹം എന്താണ് സ്വാഗതം ചെയ്യുന്നുണ്ട്. ദി വെന്റ് ടു എക്സ്റ്റെൻഡ് ഓഫ് സേയിങ് ദ if communism comes without any violence is would be welcomed. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആപ്തവാക്യത്തിൽ പറയുന്നത് if communism comes without any violence അല്ലെ, വയലൻസ് ഒന്നും ഇല്ലാത്ത കമ്മ്യൂണിസത്തെ അദ്ദേഹം വെൽക്കം ചെയ്യുന്നുണ്ട് എന്നുള്ള ആപ്തവാക്യം അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് മനുഷ്യനായിട്ട് ഓരോ വ്യക്തിയെയും പരിഗണിക്കണം എന്നുള്ള മൂല്യം തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. വീണ്ടും എന്താണ് ബ്രീഫ്ലി, according to the trusteeship theory, all the materialistic aspects of life like property or any human achievement is not the ownership of any one individual, rather it belongs to the entire society. Okay, അതായത് ഇദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് തിയറിയിൽ, അതായത് വിശ്വാസം എന്നുള്ള ഒരു വിശ്വസ്തത എന്നുള്ള ഒരു തിയറിയിൽ എടുത്തു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള കുറെ നേട്ടങ്ങളുണ്ട് അല്ലെ. ഇപ്പോ നമ്മള് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറെ നേട്ടങ്ങളുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുള്ള നേട്ടങ്ങളൊക്കെ ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ടാവാം. തീർച്ചയായും ഇവിടെ പറയുന്നത് ആ ഒരു നേട്ടം അവർക്ക് വേണ്ടി അവർക്ക് മാത്രം അർഹതപ്പെട്ടതല്ല, rather it belongs to entire society. സൊസൈറ്റിക്ക് മൊത്തമായിട്ട് ഉള്ള നേട്ടം തന്നെയാണ് ഓരോ ഇൻഡിവിജ്വലിന്റെയും വ്യക്തിപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. These talents or skills can be taken as gifts of nature and no particular individual has an exclusive right over them. ഓക്കെ, ഓരോ വ്യക്തിക്കുമുള്ള ഈ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ. നാച്ചുറലി നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു ഗിഫ്റ്റ് ആണ്. അത് ഒരിക്കലും നമ്മുടേതായിട്ടുള്ള സ്വന്തം നേട്ടം എന്ന് കരുതാതെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. The trusteeship system is a unique concept compared to the other contemporary industrial relation systems. ഓക്കെ, അപ്പൊ അവിടെ പ്രധാനമായിട്ടും പറയുന്നത് യൂണിക് കൺസെപ്റ്റ് അല്ലെ, എല്ലാവരും ഐക്യത്തോട് കൂടിയിട്ട് പോകുക, ഒരാൾക്കും ഒരു വേർതിരിവില്ലാതെ എല്ലാവരും യൂണിറ്റിയിൽ ഒന്നാണെന്നുള്ള ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കണം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ കഴിവുകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ നാച്ചുറലി ഉള്ള ഒരു ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കി സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അങ്ങനെയുള്ള ഒരു അല്ലെ ഒരു സാങ്കല്പികമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, അതായത് അങ്ങനെയുള്ള ഒരു മൈൻഡ് ഓരോ പേഴ്സൺസിലും ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സാങ്കല്പികമായിട്ട് തന്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ യൂണിറ്റിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കുക. അവിടെ ട്രസ്റ്റിഷിപ്പ് തിയറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കാം.
ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? ഗാന്ധിയൻ അപ്രോച്ച് ഒക്കെയാണോ? ഇപ്പോ ഗാന്ധിയൻ അപ്രോച്ച് ഒക്കെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആണ്. അതില് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക, ഇതില് പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏത് അപ്രോച്ചാണ്, ഏത് തരത്തിലുള്ള നോൺ വയലൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ആരുടെ അപ്രോച്ചാണ്, ഗാന്ധിയൻ അപ്രോച്ചിന്റെയാണ് അല്ലെ. അപ്പൊ ഓരോ അപ്രോച്ചും എന്താണ് ഉൾക്കൊള്ളേണ്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് അല്ലെ. ഈ അപ്രോച്ച് എന്താ പറയുന്നത്? ദിസ് അപ്രോച്ച് asserts the industrial relations not only has a sociological base but also has some ethical consequence. Okay, sociological base എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഓരോ ബിഹേവിയർ വ്യത്യസ്തമാണെന്നൊക്കെ രീതിയിൽ ഒരു സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതിനേക്കാൾ ഉപരി നോട്ട് ഓൺലി സോഷ്യോളജിക്കൽ ബേസ് ബട്ട് ഓൾസോ ഹാസ് സം എത്തിക്കൽ കോൺസിക്വൻസ്. ധാർമ്മിക കുറച്ച് മൂല്യങ്ങൾ കൂടിയുണ്ട് അല്ലെ. ഓരോരുത്തരുടെയും പേഴ്സൺസിന്റെ കാര്യം മാത്രമല്ല, ധാർമ്മിക മൂല്യത്തിന്റെയും കൂടിയും അടിസ്ഥാനത്തിലുള്ള കാര്യമാണ്, സമീപനമാണ് ഇവിടെ വരുന്നത്. അക്കോർഡിംഗ് ടു ദിസ് അപ്രോച്ച് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇറ്റ് ഈസ് നെസസറി ദാറ്റ് the labor and the management understand their ethical responsibilities towards good industrial relations. Okay, ഒരു നല്ല വ്യാവസായിക ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് അല്ലെ. അവിടെ നമുക്കറിയാം ചിലര് അല്ലെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങളും കൂടി ഫുൾഫിൽ ചെയ്യും അല്ലെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കഴിവ് ഇത്രയാണ്, എനിക്ക് എന്റെ കാര്യം മാത്രം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വയ്ക്കാതെ അല്ലെ നമുക്ക് അല്ലെ സമൂഹത്തിനോട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അത് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നേറേണ്ടതുണ്ട്. അപ്പൊ എവിടേക്ക് ഐക്യത്തോട് കൂടിയിട്ട് പോകേണ്ടതുണ്ട്. ആരെങ്കിലൊക്കെ ആയിട്ട് കോൺഫ്ലിക്ട്സുകൾ ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് പരിഹരിച്ച് അല്ലെ നമ്മുടെ വ്യവസായം എന്നുള്ളൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് തന്നെ അവരവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ധാർമ്മിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. This can only be achieved with the help of a mutual cooperation and by developing sensitivity towards each other's issue. Okay, ഓരോ പേഴ്സൺസിനും എന്തെങ്കിലും ഇഷ്യൂകളൊക്കെ വരുമ്പോഴും ഓക്കെ അത് എന്നെ ബാധിക്കുന്നത്, എനിക്ക് എന്റെ ഡ്യൂട്ടി അല്ലെ എന്നുള്ള രീതിയിൽ ചിലപ്പോ നമ്മൾ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിലും ആരും മൈൻഡ് ചെയ്യാത്തവരുമുണ്ട്, മൈൻഡ് ചെയ്യുന്നവരുണ്ട് അല്ലെ. നമ്മുടെ സഹപ്രവർത്തകർക്കാണ് സംഭവിച്ചെന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അല്ലെ നമ്മൾ കോർപ്പറേറ്റ് ചെയ്തിട്ട് സഹകരിക്കുന്നവരുണ്ട്. But this can only be achieved with the help of mutual cooperation. ഒരു സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ this can only be achieved with the help of mutual cooperation and by developing sensitivity towards each other's issue. അപ്പൊ ഓരോ ഇഷ്യൂകളും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി അല്ലെ, ഒരു നമ്മുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ അതിനൊക്കെ സോൾവ് ചെയ്തു പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. ഒക്കെയാണോ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്? Okay. നെക്സ്റ്റ് അപ്രോച്ച് നോക്കാം. എന്താണ് ഡൺലപ്സ് സിസ്റ്റം അപ്രോച്ച്. ഓക്കെ, അതോടുകൂടി നമ്മുടെ അപ്രോച്ചുകളൊക്കെ കഴിയുകയാണ്. ഡൺലപ്സ് സിസ്റ്റം അപ്രോച്ച് അത് ആരൊക്കെയാണെന്നൊക്കെ കാര്യം ജസ്റ്റ് നോക്കാം. John Dunlop has developed a system approach to industrial relations. Industrial relationsന് ഇങ്ങനെ ഒരു സിസ്റ്റം അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജോൺ ഡൺലപ്പ് ആണ്. According to Dunlop, an industrial relations system at any one time in its development is regarded as a composed of certain actors. Okay, ചില ആക്ടേഴ്സിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഒക്കെ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള
അതിൻ്റെതായിട്ടുള്ള അവകാശങ്ങളിലേക്ക് എത്തുന്നത്. certain consist and ideology which brings the industrial relation system together and a body of rules are created to govern the actors at the workplace and the worker community. Okay, നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അല്ലെ ഒരു സിസ്റ്റം, ഒരു ഇൻഡസ്ട്രിയൽ റിലേഷന്റെ ഒരു സിസ്റ്റം ആയിട്ട് തന്നെയാണ് അപ്രോച്ചിൽ ഇവിടെ വരുന്നത്. അതായത് നല്ലൊരു ബന്ധം വാർത്തെടുക്കാനായിട്ട് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കുറെ അല്ലെ സർട്ടൻ ആക്ടേഴ്സിനൊക്കെ അതിന് നേതൃത്വ സ്ഥാനത്തൊക്കെ നിർത്തിയിട്ട് ആണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്, ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്താണ് certain context and ideology which bind the industrial relations system together അല്ലെ. എല്ലാവരിലും ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അല്ലെ. അതിൻ്റെതായിട്ടുള്ള സന്ദർഭങ്ങളും അതിൻ്റെതായിട്ടുള്ള ഐഡിയകളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ തന്നെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവിടെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനനുസരിച്ചിട്ട് അത് പറയുന്നുണ്ട് ആൻഡ് എ ബോഡി ഓഫ് റൂൾസ് ക്രിയേറ്റഡ് ടു ഗവേൺ ദ ആക്ടേഴ്സ് അറ്റ് ദ വർക്ക് പ്ലേസ് ആൻഡ് വർക്ക് കമ്മ്യൂണിറ്റി. വർക്ക് കമ്മ്യൂണിറ്റിയുടെ ഇടയിലെ അല്ലെങ്കിൽ വർക്ക് പ്ലേസിന്റെ ഇടയിലൊക്കെ അവരെന്താണ് ഇത്തരത്തില് നല്ലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുമ്പോൾ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അത് സൂക്ഷിച്ചു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അവിടെ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആരുടെ അഭിപ്രായത്തിൽ പറയുന്നത്, ഡൺലപ്പിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ഇനി അത് ഏത് രീതിയിലുള്ള സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള എലമെന്റ്സുകളാണ് എടുത്ത് പറയാനുള്ളത്. ഓക്കെ, ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ച് അത് ഡെവലപ്പ് ചെയ്താലാണ് ആരാ ഡെവലപ്പ് ചെയ്തത്? വെറുതെ കേട്ടിരിക്കുകയാണോ? നിങ്ങളിവിടെ ഇല്ലേ? ഡൺലപ്പ് സിസ്റ്റം അത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോൺ ഡൺലപ്പ്. ഓക്കെ, ജോൺ ഡൺലപ്പാണ് അത് ഡെവലപ്പ് ചെയ്തത് അല്ലെ. ആ സിസ്റ്റത്തിന്റെ അല്ലെ ആരാണെന്നുള്ളത് ചോദിച്ചാല് നിങ്ങൾ നോട്ട് ചെയ്ത് പറയാം. അതിലെ എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോ സിസ്റ്റം അപ്രോച്ചിന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത് നോക്കാം. ദ ബേസിക് എലമെന്റ്സ് ഓഫ് ദ സിസ്റ്റം അപ്രോച്ച് ആർ ആസ് ഫോളോസ്. അതിൽ ഫസ്റ്റ് വൺ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, then participants in the system ഉണ്ട്, then next എന്താണ് ഔട്ട്പുട്ട്സ് ഉണ്ട്. ഓക്കെ, അതില് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടെക്നോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, മാർക്കറ്റ് ഓർ എക്കണോമിക് ബഡ്ജറ്ററി കൺസ്ട്രെയിൻസ്, then എന്താണ് ബാലൻസ് ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ഓക്കെ, അവിടെ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ ഒരു ഇതിലാണ് എങ്കിലും അവിടെ ടെക്നോളജിയൊക്കെ വികസിപ്പിക്കുന്ന കാലഘട്ടമായത് കൊണ്ട് തന്നെ ആ വികസിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ ടെക്നോളജി അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാർക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ച് പോകേണ്ടതുണ്ട്. then എന്താണ് ഡിസ്ട്രിബ്യൂഷൻ പവറും കാര്യങ്ങളും, അതായത് വിതരണവുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അതിന്റെ മൂല്യശക്തികളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് നല്ലൊരു അവയർനെസ് അല്ലെ അവരായിട്ടൊക്കെ ഒരു ബന്ധം പുലർത്തേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ അറിയാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങണമെങ്കിലും നമ്മളത് പ്രൊഡക്ഷൻ ഉത്പാദിപ്പിച്ചിട്ട് നമുക്കത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെ. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കൺട്രിയിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ വേറെ കൺട്രിയിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിലായിരിക്കും, വ്യത്യസ്ത സ്റ്റേറ്റുകളിലൊക്കെ ആയിരിക്കും നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം അല്ലെ. ഇൻ കേസ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങൾ അവിടെ ഇമ്പോർട്ട് ചെയ്യോ എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടാവും അല്ലെ. അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ മാർക്കറ്റ് എക്കോണമിക് ബഡ്ജറ്ററി ആണെങ്കിലും ബാലൻസ് ഡിസ്ട്രിബ്യൂഷൻ പവറൊക്കെ ആണെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഇപ്പോ ഇന്നോവേറ്റീവായ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഗ്രാൻസ് മുടക്ക് കൂടുതൽ കുറച്ച് നമുക്ക് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ കാര്യങ്ങൾ തരണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ടെക്നോളജി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെ പരിഹരിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതും ഇറക്കുമതി ചെയ്യണമെങ്കിൽ ആ മെഷീനൊക്കെ ഇറക്കുമതി ചെയ്യണമെങ്കിൽ അതിന്റെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് എല്ലാവരുടെയും സഹായികളൊക്കെ ആവശ്യമാണ്. അപ്പൊ അതെല്ലാം തന്നെ കണക്കിലെടുത്തിട്ടാണ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം. ഓക്കെ, നമ്മളിപ്പോ പാർട്ടിസിപ്പൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം
അവിടെ എന്താണ് എംപ്ലോയറായിട്ടുള്ള മാനേജ്മെന്റ് ബന്ധം വളരെ പുലർത്തേണ്ടതുണ്ട്. അതേമാതിരി തന്നെ യൂണിയൻ നേതാക്കൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നല്ല ബന്ധം പുലർത്തിയിട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റും അല്ലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് ആ വ്യവസായ സ്ഥാപനം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ബന്ധങ്ങളും ആയി ബന്ധപ്പെട്ട റിലേഷൻഷിപ്പ് അവിടെ അത് സൂക്ഷിക്കേണ്ടതാണ്. എന്റെ പേരിലേ ആ ഇൻഡസ്ട്രിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ബന്ധങ്ങളൊക്കെ ആയിട്ട് നല്ല പൊരുത്തപ്പെട്ടു പോകണം. എന്റെ പേരിലേ ഓക്കെ. വീണ്ടും ഔട്ട്പുട്ട്സ്, റൂൾസ് ആൻഡ് ഐഡിയോളജി അറ്റ് ദ വർക്ക് പ്ലേസ്. നമുക്കറിയാം ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു അലസമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ എഫിഷ്യന്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ടൊക്കെ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വർക്ക് പ്ലേസിലൊക്കെ അതിനനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട്സ് നമുക്ക് കൃത്യമായിട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും എന്താണ് അവിടെ ഈ ഒരു ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്. ജസ്റ്റ് നോക്കി വെക്കണം. എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ച് അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഈ ഇത് ടേബിളൊക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ കണ്ട ഡെഫിനിഷനിൽ കണ്ട കുറച്ച് പോയിന്റ്സിലേക്ക് നോക്കാം. പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം അല്ലെ. The three key participants are the union, management and government that interact with the social and economic structure, and these interactions involve three main levels known as the subsystem of the industrial relation system as termed by a Dunlop. Okay. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിസിപ്പൻസ് ഇൻ ദ സിസ്റ്റം ആണ്. അപ്പൊ അതില് പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ്, തീർച്ചയായിട്ടും അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട് അല്ലെ, ഒരു എക്കണോമിക് സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിലാണെങ്കിൽ ഒരുപാട് പേര് അല്ലെ, തീർച്ചയായിട്ടും അവിടെ എന്താണ് യൂണിയൻ നേതാക്കൾ ഉണ്ടാവും, മാനേജ്മെന്റ് ഉണ്ടാവും, അതിന്റെ ഗവൺമെന്റ്. നമുക്കൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ടും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും, തൊഴിലുടമയായിരിക്കും എംപ്ലോയിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. നമുക്ക് അറിയാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ മാനേജ്മെന്റ് ആണ് എല്ലാവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുന്നത്, എംപ്ലോയറിന് അല്ലേ അതിനാവശ്യമായിട്ടുള്ള അവിടെയുള്ള തൊഴിലാളികളുടേതായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ അറിയിക്കുന്നതും. അതോടൊപ്പം തന്നെ എന്താണ് അവിടെയുള്ള യൂണിയൻ നേതാക്കൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയിക്കുന്നതും. ഗവൺമെന്റിന്റെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ടൊക്കെ മാനേജ്മെന്റ് ആണ് എന്താണ് കൃത്യമായിട്ട് അത് നിർവഹിച്ചു പോകുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇവര് തമ്മിലൊക്കെ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം അല്ലെ. നമ്മളിപ്പോ എംപ്ലോയി പറയുകയാണ് ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ന റൈറ്റ്സ് ആൻഡ് നമുക്ക് നേടി തരണം എന്ന് പറയണം. ഓക്കെ, നമുക്കറിയാം ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ശരിയാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിയുടെ കൈവശം അതിനുള്ള ഫിനാൻസ് ഉണ്ടാവണം. വേണ്ടി വരില്ലേ? ഫിനാൻസ് വേണ്ടി വരില്ലേ? എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ വേണ്ടി വരും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഫിനാൻസ് അവിടെ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന അനുസരിച്ചിട്ടുള്ള അവർക്ക് ബെനിഫിറ്റ്സുകൾ ലഭ്യമാക്കി കൊടുക്കാൻ സാധിക്കും. അതേമാതിരി തന്നെ നമുക്കറിയാം എന്തെങ്കിലും ഒരു പെനാൽറ്റി നോട്ടീസ് വരുമ്പോഴല്ല അവര് ശ്രദ്ധിക്കേണ്ടി വരുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം. ഓക്കെ, ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പൊ അവിടെ ഗവൺമെന്റിന്റേതായിട്ടുള്ള രീതിയിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. ചില പെർമിഷൻസ് ഒക്കെ കിട്ടിയാൽ മാത്രമാണ് ചില ബിസിനസ്സിനൊക്കെ ഓരോ അല്ലെ അവിടെ മൂവ് ചെയ്ത് പോകാൻ സാധിക്കുള്ളൂ. എവിടെയെങ്കിലൊക്കെ ഇതുകൾ ഉണ്ടെങ്കിൽ അവര് അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റുകളൊക്കെ ഈടാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവരൊക്കെയായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനും നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പും കാത്തു സൂക്ഷിക്കേണ്ടത് അവിടെ ആവശ്യമാണ്. അതാണ് അവിടെ പറയുന്നത്. ത്രീ കീ പാർട്ടിസിപ്പൻസ് ആർ ദ യൂണിയൻ, മാനേജ്മെന്റ് ആൻഡ് government that interact with the social and economic structure, and these interactions involve three main levels known as other അതിനെ പറയുന്ന പേരാണ് എന്താണ് subsystem of the industrial relations system as the third by Dunlop. ആ ഒരു റിലേഷൻഷിപ്പിന് ആ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിന് പറയുന്ന ഒരു പേരാണ് subsystem of the industrial relation system. Okay, clear ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം.
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഇതാണ് ഐഡിയോളജിക്കൽ ലിങ്കിങ്. ഓക്കെ, അപ്പൊ നമ്മുടെ സബ്സിസ്റ്റം എന്താന്ന് കണ്ടു. ഇനി ഐഡിയോളജിക്കൽ ലിങ്കിങ്. The relations among the parties and managed largely by an ideological linking. According to Dunlap, an ideology is a set of ideas and briefly commonly held by the actors that have to build or integrate the system together as an entity. Okay. അതായത് നമ്മൾ കുറച്ച് അല്ലെ പ്രത്യേകമായിട്ടുള്ള കുറച്ച് ലിങ്കിങ് അവിടെ ആവശ്യമാണ് അല്ലെ. ഇവിടെ പ്രത്യയ ശാസ്ത്രത്തിന്റെ ബന്ധം എന്നുള്ള രീതിയിലാണ് അല്ലെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലാർജ്ലി ബൈ ആൻ ഐഡിയോളജിക്കൽ, എല്ലാവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനായിട്ടൊരു നല്ലൊരു ലിങ്കിങ് എല്ലാവരുമായിട്ട് വേണം. അക്കോർഡിംഗ് ടു ഡെവലപ്പ്, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ആൻ ഐഡിയോളജി ഈസ് എ സെറ്റ് ഓഫ് ഐഡിയാസ് അല്ലെ, ഒരു സെറ്റ് ഓഫ് ഐഡിയാസ് ആണ്. And beliefs commonly held by the actors that have to build or integrate the system together as an entity. അതായത് നമ്മളിപ്പോ ഒരു സ്ഥാപനം അല്ലെ, ഒരു സ്ഥാപനം ആണെങ്കിൽ അതില് ഉടനീളം നമ്മൾ എന്താണ് ബന്ധങ്ങള് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. കൃത്യമായിട്ട് തന്നെ പല ബന്ധങ്ങളും അതിൽ കാത്തു സൂക്ഷിച്ച് വേണം ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ ഈ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു കൂട്ടത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഒരുമിച്ച് നിന്ന് തന്നെ പ്രവർത്തിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് അതിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. ഒരുമിച്ച് നിൽക്കാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഇന്റഗ്രേറ്റ് ദ സിസ്റ്റം ടുഗദർ ആസ് ആൻ എന്റിറ്റി. ഒരു അവസാനം വരെ നമ്മൾ ഒന്നിച്ചു നിന്ന് പോയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ എവിടെയെങ്കിലൊക്കെ ഒരു പാളിച്ചകൾ വന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത് പ്രാധാന്യത്തോടുകൂടി എടുക്കേണ്ടത് എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിന്ന് മുന്നേറാനായിട്ടുള്ള ഒരു പ്രത്യയ ശാസ്ത്രം നമ്മുടെ ഇതിലുണ്ടായിരിക്കുന്നു അല്ലെ. ഒരു പ്രത്യയ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, ഒറ്റക്കെട്ടായിട്ട് എന്ത് ഐഡിയ ആണെങ്കിലും എന്താണെങ്കിലും അത് കോമൺലി ഒറ്റക്കെട്ടായിട്ട് നിന്ന് ബിൽഡപ്പ് ചെയ്ത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രത്യയ ശാസ്ത്രമായിരിക്കണം നമ്മൾ പാലിക്കേണ്ടത്. പിന്നെ വീണ്ടും പറയുന്നത് കോണ്ടെക്സ്റ്റ് ഓഫ് എൻവയോൺമെന്റ്. The framework within which the participants interact is known as the environment. Okay, നമ്മളിപ്പോ പലതരത്തിലുള്ള വ്യക്തികൾ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഘടകങ്ങൾ ഇതിൽ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെല്ലാം തന്നെ നമുക്ക് എൻവയോൺമെന്റ് എന്ന് പരിമിതിപ്പെടുത്താം അല്ലെ. അത് ചുറ്റുപാടെന്നുള്ള രീതിയിൽ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. According to Dunlap, the three types of environment are relevant to industrial relations, which are as follows. Okay, പ്രധാനമായിട്ടും നമ്മുടെ എൻവയോൺമെന്റില് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും മസ്റ്റായിട്ടും വേണ്ടതാണ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ടെക്നോളജിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദ എസ്റ്റാബ്ലിഷ്മെന്റ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അല്ലെ സാങ്കേതികമായിട്ടുള്ള സഹായം അല്ലെ, ഇവിടെ തീർച്ചയായിട്ടും എന്താണ് സ്ഥാപനത്തിന്റെ സാങ്കേതിക സവിശേഷതകൾ പ്രാധാന്യത്തോടു കൂടിയിട്ട് എടുക്കേണ്ടതാണ്. എക്കണോമിക് ഓർ മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ആണ്. ഓക്കെ, വിപണി നിയന്ത്രണങ്ങൾ അല്ലെ. നമ്മൾ ഒരു സാധനം ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ അവൈലബിൾ ആകണം അല്ലെങ്കിൽ മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും അല്ലെ. അപ്പൊ അവിടെ എക്കണോമി സാമ്പത്തിക അവസ്ഥയാണെങ്കിലും മാർക്കറ്റ് കൺസ്ട്രെയിൻസ് ആണെങ്കിലും വിപണി കീഴടക്കാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് എങ്കിലും അത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ വരുന്ന ഘടകം തന്നെയാണ്. The locus and balance of power prevalent in society. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര സ്ഥാനങ്ങളൊക്കെ അല്ലെ. ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അധികാരികൾക്ക് അനുകൂലമായിട്ടുള്ള ഇൻഡസ്ട്രി ആണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രിക്ക് വളർച്ചയുണ്ട്. ചിലപ്പോ അധികാര മനോഭാവത്തിൽ അല്ലെ. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോ പണ്ട് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇന്ത്യയൊക്കെ ഫോളോ ചെയ്യുന്നത് അല്ലെ. എങ്കിൽ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വ്യവസായത്തെ പോഷിപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. അതേസമയം ചിലയിടത്തൊക്കെ എന്താണ് ഭരണാധിപന്മാരുടെ കൺട്രോളിൽ തന്നെയായിരിക്കും അല്ലെ. ചില ബിസിനസ്സിനെയൊന്നും അവര് പ്രോത്സാഹിപ്പിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ് ഒക്കെ ഡള്ളായിട്ട് പോകും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താ ലോക്കസ് ആൻഡ് ബാലൻസ് ഓഫ് പവർ പ്രിവാലന്റ് ഇൻ സൊസൈറ്റി സമൂഹത്തിലുള്ള ആ ഒരു പവർ അല്ലെ, ആ ഒരു എന്താണ് സ്ഥാനം, സമൂഹത്തിൽ നിലനിൽക്കുന്ന അധികാര സ്ഥാനം, അതും പ്രധാനമായിട്ടും ഉള്ള ഒരു എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് ആണ്. ആണോ? വായിച്ചു നോക്കുക.
ഈ അപ്രോച്ചസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. ഇൻവോയ്സ് റിലേഷൻസ് ഒക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. അപ്രോച്ചസ് പല പല അഭിപ്രായക്കാരാണ് അല്ലെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഇതായിരിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ അപ്രോച്ചസ് ഇപ്പൊ എല്ലാം എടുത്തു കഴിഞ്ഞു. അതിൽ സൈക്കോളജിക്കൽ അപ്രോച്ച് ഉണ്ട്, ഗ്രാഫ് ഡയഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കണം. അപ്രോച്ച് എടുത്തു, സോഷ്യോളജിക്കൽ അപ്രോച്ച്. ഓരോ അപ്രോച്ചിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മനസ്സിലാക്കി പോവുക. അപ്പൊ ഏത് അപ്രോച്ച് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എളുപ്പമായിരുന്നു. ഓക്കെ, പിന്നെ ഓരോന്നിലും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ ഉണ്ടാവില്ല. ആരൊക്കെ കൂടിയാണെന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾ അത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട. പക്ഷെ പ്രത്യേകമായിട്ട് അല്ലെ, നമ്മൾ ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ചും അതേപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, എൽഡയുടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചും അത് മാറിപ്പോകാതിരിക്കാൻ ശ്രമിക്കാം. ആ വ്യക്തികളുടെ പേരും മസ്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലായില്ല അല്ലെ. ജാതീയ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നോൺ വയലൻസ് അല്ലെങ്കിൽ എന്താണ് അഹിംസ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്, എത്തിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താണ്, നമുക്ക് സാധാരണ രീതിയിലും കഴിഞ്ഞ ധാർമ്മികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വേണം. സിസ്റ്റം അപ്രോച്ച്, ഏതൊക്കെ എത്ര തരത്തിലുള്ള അപ്രോച്ചിൽ നിന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ ഒരു തരത്തിലുള്ള അല്ലെ അപ്രോച്ചസ് ആണോ ഉള്ളത്. ഡെവലപ്മെന്റ് സിസ്റ്റം അപ്രോച്ച് ആണെങ്കിൽ അതിൽ പ്രധാനമായിട്ടും എലമെന്റ്സുകളും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ ഓരോ എലമെന്റ്സുകളിലും എന്തൊക്കെയാണ് ഉൾക്കൊള്ളാൻ എന്നുള്ളതും നിർവഹിച്ചിട്ടുണ്ട്. അതും ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെതായിട്ടുള്ള ആ ഒരു അപ്രോച്ച് അല്ലെ, എലമെന്റ്സ് ഓഫ് സിസ്റ്റം അപ്രോച്ചിന്റെ പാർട്ടിസിപ്പൻസ് ഇൻ സിസ്റ്റമും ഐഡിയോളജിക്കൽ ലിങ്കിങ്, കോണ്ടെക്സ്റ്റ് ഓർ എൻവയറൺമെന്റ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്ന കാര്യം കൂടി ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.